വെണ്ടയ്ക്ക സാമ്പാർ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ സാധാരണ കിട്ടുന്ന വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളകൊക്കെ വെച്ച് അതിന് വേണ്ടി ടൊമാറ്റോ പിക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെണ്ടയ്ക്കായും കുറച്ച് പിക്ക് ചെയ്തുകൊണ്ട് വന്നു. തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളകൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാവുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് എളുപ്പത്തിലൊരു സാമ്പാർ. സോസ് പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കി തുവരപ്പരിപ്പ് തൂതാല് കുക്ക് ചെയ്യും. ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അത് രണ്ടും കൂടെ ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ടർമറിക്, സാൾട്ട് ഇടാം. ഈ പൊടികളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പൊടികളൊന്ന് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അത് തിളച്ച് വരുമ്പോൾ ടൊമാറ്റോ ഇതേപോലെ അരിഞ്ഞു വെച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ വെണ്ടയ്ക്ക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതും അതിലേക്കിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ടൊമാറ്റോ ഒന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക അതിലേക്ക് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി ഒന്ന് സ്ലിറ്റ് ചെയ്ത് വെക്കുക. ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കി വീണ്ടും ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ചെറിയ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകൊക്കെ ഇട്ട് പൊട്ടുമ്പോൾ കറി ലീഫ്, ഉലുവാപ്പൊടി ഇട്ട് വറുത്തിട്ട് ലാസ്റ്റ് കായും കൂടെ ചേർത്ത് വറുത്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിളൊക്കെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കടുക് വറുത്തതും കൂടെ ഇട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക സാമ്പാർ റെഡി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണല്ലോ വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ, ഇല്ലേ? എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് വെണ്ടയ്ക്ക സാമ്പാർ.